ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. Divine voice, divine voice, divine voice. Hallelujah, hallelujah, hallelujah. Hallelujah, ഓശാന സ്തോത്ര ഗീതിയാൽ എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥം. Divine voice, divine voice, divine voice. ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ഡിവൈൻ വോയിസ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ തിരുവചനങ്ങൾ. 12 പേരിലൊരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുക്രാന എന്ന വാക്കിൻ്റെ അർത്ഥം അനുസ്മരണം എന്നാണ്. ഈ കാലഘട്ടം തോമാസ് ലീഹായെ വളരെ പ്രാധാന്യം നൽകി അനുസ്മരിക്കേണ്ട ഒരു കാലഘട്ടം. സഭയിലും ദൈവജനത്തിന്റെ ജീവിതത്തിലും യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാസ് ലീഹ വാശി പിടിക്കുന്നതും ആ വാശിക്ക് മുമ്പിൽ യേശു നിന്നുകൊടുക്കുന്നതും നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഈശോയെ പരിചയപ്പെടുത്തുന്നത് സ്നാപയോഹന്നാന്റെ സാക്ഷ്യത്തോടു കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:29, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന പരിചയപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഒരു സാധാരണ യഹൂദന് മനസ്സിലാകും യേശു ആരാണ്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, പാപങ്ങൾക്ക് വേണ്ടി വധിക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ ഓർമ്മ യഹൂദന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്നാപകൻ യേശുവിനെ ചൂണ്ടി പറയുന്നു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ സ്നാപകന്റെ ഈ സാക്ഷ്യം കേട്ട് സ്നാപകന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. അപ്പോൾ യേശുവിനെ സ്നാപകൻ വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനായിട്ടാണ്. നമ്മൾ തോമസ് ലീഹായെ ധ്യാനിക്കുമ്പോൾ 3 സന്ദർഭങ്ങളിലാണ് യോഹന്നാൻ സ്ലീഹ തോമസ് ലീഹായെ കുറിച്ച് പറയുന്നത്. 3 ഇടങ്ങളിൽ പറയുന്നു ഒരുപാട് ധ്യാനിക്കേണ്ട 3 സംഭവങ്ങൾ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16, ഇതാ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം, അവർ നിന്നെ കല്ലെറിയും എന്ന് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ പറയുമ്പോൾ തോമസ് എന്ന ശിഷ്യൻ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കും അവനോടുകൂടെ മരിക്കാൻ പോകാം. രണ്ടാമത്തെ സന്ദർഭം
നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ 14:5 മൂന്നാമത് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച തിരുവചന ഭാഗം. അപ്പോൾ തോമാസ് ലീഹ യേശുവിന്റെ പിന്നാലെ കൂടിയത്. മറ്റു ശിഷ്യന്മാരോട് തോമസ് ലീഹ പറയുന്നൊരു കാര്യം ഇതാണ്: നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാം. ഇവിടെയാണ് തോമസ് ലീഹായുടെ ജീവിതത്തിന്റെ സമർപ്പണത്തെ നമ്മൾ കാണേണ്ടത്. തോമസ് ലീഹ യേശുവിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയത് ഇവിടെയാണ് ധ്യാനിക്കേണ്ടത്. അവനോടുകൂടെ മരിക്കാൻ പോകാം. യേശു ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? എൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ നീ എന്തന്വേഷിക്കുന്നു? അതിന് കൃത്യമായ ഉത്തരം ചങ്കിൻ്റെ അകത്തുനിന്ന് വരുന്നു: നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. അവന്റെ കൂടെയുള്ള നടപ്പ് മരണത്തിലേക്കാ. ഈ യേശുവിനെ മനസ്സിലാക്കിയവനാണ് തോമസ്. ഇന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം സമൃദ്ധിയുടെ സുവിശേഷമാണ്. എവിടെ അത്ഭുതമുണ്ടോ, എവിടെ അത്ഭുതങ്ങളുടെ പരിവേഷമുണ്ടോ അവിടേക്ക് പോകുന്നു. മറിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നിടത്താണ് ഇന്ന് വീഴ്ച വരുന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, കുരിശിന്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്: അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അതിന്റെ ഫലം അനുഭവിച്ചവരുമെടെ. ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. എനിക്ക് തലചായ്ക്കാൻ ഇടമില്ല. അങ്ങനെ തലചായ്ക്കാൻ ഇടമില്ലാത്ത മരണത്തിലേക്ക് നടക്കുന്ന ഒരാളെ അനുഗമിക്കുവാനുള്ള ബലം ഉള്ളിൽ കിട്ടിയ ഒരാളാണ് തോമസ് ലീഹ. അതുകൊണ്ട് തോമസ് ലീഹ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം: നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിന്റെ പിന്നാലെയുള്ള നടപ്പ് ഇന്ന് ഒരുപാട് പേർക്ക് പാളിപ്പോകുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ എന്താണ് ഞാൻ അന്വേഷിക്കുന്നത്? യേശുവിന്റെ പിന്നാലെയുള്ള പോക്കിൽ എന്ത് ഞാൻ അന്വേഷിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവനോടൊപ്പം നമുക്ക് മരിക്കാൻ പോകാം. അവന്റെ നടപ്പ് മരണത്തിലേക്കാണ്. അത് തിരിച്ചറിഞ്ഞ തോമസ് ലീഹ. ഇനി തോമസ് ലീഹ പറയുകയാണ് അടുത്ത കാര്യം. അടുത്തതും തോമസ് ലീഹയുടെ നടപ്പ് കുറെ കൂടി ബലപ്പെടുത്തുകയാണ്. അവന്റെ ശിഷ്യത്വത്തെ കുറെ കൂടി ബലപ്പെടുത്തുന്നു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല, വഴി ഞങ്ങൾ എങ്ങനെ അറിയും? എന്ന് വെച്ചാൽ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കാൻ തുടങ്ങിയ, അല്ലെങ്കിൽ ചേർത്ത് വെച്ച ഒരാളുടെ നെഞ്ചിന്റെ നൊമ്പരമാണ്, നെഞ്ചിന്റെ താളമാണ് നീ എവിടേക്കാ പോകുന്നത്. നീ ഇല്ലാത്ത, നീ മാറി നിന്നുകൊണ്ടൊരു ജീവിതമില്ല. അപ്പോൾ അവിടെ തോമസ് ലീഹായെ നമ്മൾ ധ്യാനിക്കുന്നു. കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്നറിയില്ല, വഴി ഞങ്ങൾ എങ്ങനെ അറിയും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുവിന്റെ പിന്നാലെയുള്ള നടപ്പ് ഒരു ഭൗതിക ലക്ഷ്യങ്ങൾക്കും വേണ്ടിയല്ല, എന്തെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ല തോമസ് ലീഹ നടന്നത്. അവിടെയാണ് തോമസിന്റെ ശിഷ്യത്വത്തെ ധ്യാനിക്കേണ്ടത്. ഭാരതസഭ യേശുവിന്റെ പിന്നാലെ, യേശുവിനെ പിൻചെന്നത്, യേശുവിന്റെ ദൗത്യം പിതാവ് അയച്ചത്, സകലർക്കും വേണ്ടിയുള്ള പരിഹാര ബലി, ഇത് മനസ്സിലാക്കി പിൻചെന്ന ഒരാളാണ് തോമസ്. ആ തോമസ് ലീഹ അങ്ങനെ തീവ്രതയോടെ പിൻചെല്ലുമ്പോഴാണ് കുരിശെന്ന യാഥാർത്ഥ്യം. ശരിയാണ്, എല്ലാ ശിഷ്യന്മാരും കുരിശിന്റെ വഴിയിൽ അവനെ വിട്ടുപോയപ്പോൾ കുരിശിന്റെ മുമ്പിൽ തോമസും ഇടറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ അനുഭവമാണ് അയാളുടെ വിശ്വാസം. ഒരാളുടെ അനുഭവമാണ് അയാളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. അനുഭവമില്ലാത്ത വിശ്വാസങ്ങൾ എത്ര നാൾ നിൽക്കുമെന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ അനുഭവം അയാളുടെ വിശ്വാസത്തിന്റെ പിൻബലമാണ്. ശരിയാണ്, ചിലപ്പോൾ കുരിശിന്റെ വഴിയിൽ തോമസ് ലീഹ ഇടറിയിട്ടുണ്ടാകാം. തോമസ് ലീഹ കുരിശിന്റെ വഴിയിൽ ഓടിയിട്ടുണ്ടാകാം. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതൊരു ക്രിസ്തു ശിഷ്യനും പരിഭ്രമിച്ചു പോകുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെട്ടു പോകുന്ന ഒരു നിമിഷമാണ് കുരിശ്. പക്ഷേ ആ തോമസ് പിന്നീട് മാറാൻ ശ്രമിക്കുന്നില്ല. അവൻ പറയുന്നത്, എനിക്ക് കാണണം, എനിക്ക് ക്രൂശനായ ക്രിസ്തുവിനെ കാണണം, എനിക്ക് അവന്റെ മുറിവുകൾ കാണണം, അവന്റെ പാർശ്വത്തിൽ എനിക്ക് കൈവയ്ക്കണം. കാരണം എനിക്ക് അനുഭവം വേണം. ഞാൻ മരിക്കാൻ പോലും തയ്യാറായിട്ട് ഇറങ്ങിയ ഒരുത്തൻ, അവൻ അനുഭവം വേണം. എൻ്റെ അനുഭവത്തിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനവൻ അന്വേഷിക്കുന്നത് മറ്റൊരു ഇടങ്ങളല്ല. അവൻ അന്വേഷിക്കുന്നത് എനിക്ക് അവന്റെ പാർശ്വം കാണണം. ക്രിസ്തുവിൽ ചിലപ്പോൾ ഇടറിക്കാണും തോമസ് ലീഹ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിൽ ചിലപ്പോൾ വിശ്വസിച്ചില്ലായിരിക്കാം തോമസ് ലീഹ.
അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ തോമസ് ലീഹ പിന്നീട് പിടിക്കുന്ന വാശിയുണ്ട്, എനിക്ക് അവൻ്റെ പാർശ്വം കാണണം, അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കണം. എന്താണ് പാർശ്വം? അവിടെയാണ് കേരളസഭയിലെ മക്കൾ ധ്യാനിക്കേണ്ടത്. എന്താണ് പാർശ്വം? സഭാപിതാക്കന്മാർ കൃത്യമായിട്ട് പറയുന്നു, യേശുവിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. സഭാപിതാക്കന്മാർ പറയുന്നു അത് 2 കൂദാശകളെ പ്രതിദാനം ചെയ്യുന്നു. ഒന്ന് മാമോദീസ, മറ്റൊന്ന് കുർബാന. നസ്രത്തിലെ യേശു എന്ന പുസ്തകം ബെനഡിക്ട് മാർപ്പാപ്പ എഴുതുമ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ യേശുവിൻ്റെ പാർശ്വത്തെ കുറിച്ച് പറയാൻ വേണ്ടി എടുക്കുന്ന ചിന്ത ഇതാണ്. സഭാപിതാക്കന്മാരുടെ ഈ ചിന്ത, യേശുവിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട പാർശ്വം, അവിടുന്ന് ഒരുകിയ രക്തവും വെള്ളവും പ്രതിദാനം ചെയ്യുന്നത് 2 അടിസ്ഥാന കൂദാശകളെയാണ്, മാമോദീസായും കുർബാനയും. അങ്ങനെയാണെങ്കിൽ തോമസ് ലീഹ എന്താ വാശി പിടിച്ചത്? എനിക്ക് പാർശ്വം കാണണം, അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. അവിടെയാണ് എനിക്ക് ശക്തി സ്വീകരിക്കേണ്ടത്. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ചില ബോധ്യങ്ങൾ, എനിക്ക് വന്നുപോയ ചില വീഴ്ചകൾ, എനിക്ക് വന്നുപോയ ചില ചാഞ്ചാട്ടങ്ങൾ പരിഹരിക്കേണ്ടത് അവിടെയാണ്. എനിക്ക് അവൻ്റെ പാർശ്വം കാണണം. ബെനഡിക്ട് മാർപ്പാപ്പ അടുത്ത വരിയിൽ കുറിച്ചു വയ്ക്കുകയാണ്, സഭാപിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഉറങ്ങിക്കിടന്ന ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് ഹൗവായെ, വാരിയിലെടുത്ത് ഹൗവായെ രൂപപ്പെടുത്തിയത്. കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് പുതിയ സഭ രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധയോടെ കേൾക്കണം. തോമസ് ലീഹ വാശി പിടിച്ചത്, എനിക്ക് ആ പാർശ്വത്തിൽ തൊടണം, എനിക്ക് ആ പാർശ്വത്തെ കാണണം, എനിക്ക് ആ പാർശ്വത്തിൽ കൈവയ്ക്കണം. അർത്ഥം എന്താ? എനിക്ക് കുർബാനയെ തൊടണം. അതാണ് അടിസ്ഥാനം. മാമോദീസ, കുർബാന. എനിക്ക് അവിടുന്ന് ആരംഭിക്കണം. എനിക്ക് അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. ആ 2 രക്തവും വെള്ളവും സൂചിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നു, രക്തവും വെള്ളവും സൂചിപ്പിക്കുന്നത് മറ്റൊന്നിനെയല്ല. രക്തവും വെള്ളവും സൂചിപ്പിക്കുന്നത് അത് 2 കൂദാശകളെയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഒരുപാട് മക്കൾ വിശ്വാസത്തിൽ വീഴുന്നുണ്ട്. വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സഭയിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. പൗരോഹിത്യത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, അവിടെ സഭ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. അവിടെ ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. അവിടെ ക്രിസ്തുവിൻ്റെ പാർശ്വത്തിന് ഉത്തരം നൽകാൻ പറ്റും. ഈ പാർശ്വം, അതാണ് അടിസ്ഥാന കൂദാശകളിൽ. ഇനി അടുത്ത ഈശോ തോമസ് ലീഹയോട് പറയുന്ന അടുത്ത കാര്യം, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തോമസ് ലീഹ ഈശോയോട് പറയുകയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താണ് ഈ കാണാതെ വിശ്വസിക്കുന്നവർ? അതാണ് എന്ന് വെച്ചാൽ, ഇനി നീ വിശ്വാസത്തിൽ ഉലയുമ്പോൾ നീ ചേർത്ത് പിടിക്കേണ്ടത്, നീ ചേർന്ന് നിൽക്കേണ്ടത് കൂദാശകളോടാണ്. കാണാതെ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കൂദാശകളിൽ നിൽക്കുന്നവർ, കൂദാശ, വിശ്വാസ ജീവിതത്തിൽ കൂദാശയെ രക്ഷാകരമായിട്ട് അനുഭവിക്കുന്നവർ, അവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ശ്രദ്ധയോടെ നമ്മൾ ധ്യാനിക്കണം. ഇന്ന് നമ്മുടെ ക്രിസ്തു അന്വേഷണങ്ങൾ പാളിപ്പോകുന്നുണ്ട്. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യം ഇന്ന് കടന്നു വരുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ സഭയുടെ വളർച്ച അത് കുർബാനയിൽ നിന്നുകൊണ്ടാണ്. അത് ഈ ക്രിസ്തുവിൻ്റെ പാർശ്വത്തെ തൊട്ടുള്ള വളർച്ചയാണ്. തോമസ് ലീഹ ഭാരത മണ്ണിൽ വന്നു, മരണം, ജീവൻ കൊടുത്തുകൊണ്ട് നമുക്ക് സുവിശേഷം നൽകി. ഇന്ന് ഈ സുവിശേഷത്തിന് വേണ്ടി, ഇന്ന് ഈ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വില കൊടുക്കുന്നു? വിശ്വാസം സംരക്ഷിക്കുക എന്നത് നമ്മളുടെ ഭൗതിക തലത്തിൽ വരേണ്ട ഒരു കാര്യമല്ല. വിശ്വാസം സംരക്ഷിക്കുക, വിശ്വാസത്തെ വളർത്തുക എന്നത് എൻ്റെ ചില ബുദ്ധിയുടെ തീരുമാനങ്ങളിലും കണക്കുകൂട്ടലുകളിലും സംഭവിക്കേണ്ടതല്ല. വിശ്വാസം സംരക്ഷിക്കേണ്ടത്, വിശ്വാസം അല്ലെങ്കിൽ സഭ എപ്പോഴും വളർന്നിട്ടുള്ളത് സഭ കൂദാശകളോട് ചേർന്ന് നിന്നപ്പോഴാണ്. എന്നൊക്കെ സഭ കൂദാശയെ മനസ്സിലാക്കാതെയും, ആരൊക്കെ, ഏത് കുടുംബമാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, ഏത് പുരോഹിത ജീവിതമോ സമർപ്പിത ജീവിതമാകട്ടെ, ആരൊക്കെ കൂദാശകളിൽ നകന്നിട്ടുണ്ടോ അവരൊക്കെ വീണു പോയിട്ടുണ്ട്. അപ്പോൾ കൂദാശകളിൽ മുറുകെ പിടിക്കുക, കൂദാശകളോട് ചേർന്ന് നിൽക്കുക. നമുക്കറിയാം, പ്രതീക്ഷിക്കാത്ത ഈ ദുഃഖാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തോമസ് ലീഹായെ നെഞ്ചിന്റെ നെരിപ്പോടിൽ വെച്ച് നമ്മൾ ധ്യാനിക്കണം.
കേരള സഭ, കേരള വിശ്വാസം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ കേൾക്കുന്നു, വിശ്വാസത്തിനെതിരായ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ ഏത് വിധേനയും തകർക്കുവാൻ വേണ്ടിയുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ വേണ്ടത് സ്വാധീനങ്ങളോ, ഇവിടെ വേണ്ടത് മാനുഷികമായ ചില ഫോർമുലകളോ അല്ല. ഇവിടെ വേണ്ടത് നമ്മൾ ചങ്ക് പറിച്ച് കുർബാനയോട് ചേർന്ന് നിൽക്കുക, കൂദാശകളോട് ചേർന്ന് നിൽക്കുക. ഇതാണ് തോമസ് ലീഹ പറയുന്നത്. ശരിയാണ്, അവനെ കാണണം, അവന്റെ പാർശ്വത്തിൽ കൈവയ്ക്കണം. ഈ ഒരു ഉറപ്പ്, അതല്ല എൻ്റെ ഇന്നലകളിൽ വീണതിനെ, എൻ്റെ ഇന്നലകളിലെ സകല ഇടർച്ചയെയും അത് മാറ്റും എന്ന് തോമസ് ലീഹയ്ക്ക് അറിയാം. അപ്പോൾ ഈ ദുഃഖാന തിരുനാളിൻ്റെ സന്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തിജീവിതം, സഭ, സഭാമക്കള്, സഭയുടെ ശുശ്രൂഷകര്, സഭാ നേതൃത്വം സ്വീകരിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഇടറുക എന്നത് ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനെ ഓർത്ത് പരിഭവിച്ചിട്ടോ അതിനെ കുറ്റം വിധിച്ചിട്ടോ കാര്യമില്ല. പക്ഷെ ഇന്നലകളിലെ ഇടർച്ചകൾക്ക് ഞാൻ ഉത്തരം അന്വേഷിക്കേണ്ടത്, ഇന്നലകളിലെ ഇടർച്ചകളെ ഞാൻ നികത്തേണ്ടത് ഈ പാർശ്വത്തിൽ കൈവച്ച, ഈ പാർശ്വത്തിൽ കൈവയ്ക്കാൻ പറ്റണം, ഈ പാർശ്വത്തെ കാണാൻ പറ്റണം. അത് ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ടത് കൂദാശകളില്ല. ഇന്ന് നമുക്കറിയാം, കൂദാശകളിൽ നിന്ന് മാറുകയാണ്. വിവാഹം എന്ന കൂദാശ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എത്രയോ പേര് വിവാഹം എന്ന കൂദാശയിൽ അവിശ്വസ്തത കാണിക്കുന്നു. എത്രയോ പേര് വിവാഹം എന്ന കൂദാശ ജീവിതത്തിൽ തിന്മയുടെ വഴിയിലൂടെ പോയിട്ട് വിവാഹത്തിൽ മാത്രം സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ വിവാഹത്തിന് പുറത്ത് ആഘോഷമായി കൊണ്ടു നടന്നിട്ട് ഒന്ന് കുമ്പസാരിക്കുക പോലും ചെയ്യാതെ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ ആ വിവാഹ ജീവിതത്തിൽ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? ഒരു പുരോഹിതൻ, അവൻ ബലിയർപ്പിക്കേണ്ടവനാ. അവൻ ഒരുക്കമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, അവൻ ദൈവജനത്തിന്റെ കണ്ണുനീര് കാണാതെ ബലിയർപ്പിക്കുമ്പോൾ അവൻ എങ്ങനെ അത് രക്ഷാകരമാക്കാൻ പറ്റും? ഒരു കുടുംബം ഞായറാഴ്ച കുർബാനയ്ക്ക് വില കൊടുക്കാത്തൊരു കുടുംബം എങ്ങനെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കും? നിനക്ക് വേണ്ടിയുള്ള പരിഹാര ബലി വിശുദ്ധ കുർബാനയാണെന്ന് സഭ പഠിപ്പിക്കുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ, ഈ കുർബാന ഒരു 5 മിനിറ്റ് നേരത്തെ കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. 5 മിനിറ്റ് നേരത്തെ ഒരുങ്ങി കുർബാനയ്ക്ക് വരാൻ പറ്റുന്നില്ല. കുർബാനയ്ക്കൊന്ന് 5 മിനിറ്റ് കൂടിപ്പോയാൽ നമുക്ക് അസ്വസ്ഥതയായി. നമ്മൾ ക്രിസ്തുവിന്റെ പാർശ്വത്തെ മറക്കുകയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ക്രിസ്തുവിന്റെ പാർശ്വത്തെ കാണാൻ ആഗ്രഹിച്ച തോമസ്, ജീവിതത്തിന്റെ ചില വീഴ്ചകളെ ക്രിസ്തുവിന്റെ പാർശ്വത്തോട് ചേർത്ത് വെച്ച് പരിഹരിക്കാൻ ആഗ്രഹിച്ച തോമസ്, നമ്മൾ മറക്കുന്നു ക്രിസ്തുവിന്റെ പാർശ്വത്തെ. ക്രിസ്തുവിന്റെ പാർശ്വത്തെ മറക്കുമ്പോൾ, ക്രിസ്തുവിന്റെ പാർശ്വത്തെ അവഗണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്നതാണ് തകർച്ച. അതിനാൽ ഈ ദുഃഖാന തിരുനാൾ നമുക്ക് നൽകുന്ന വലിയൊരു പരിശുദ്ധാത്മ വെളിപ്പെടുത്തൽ, ഇതാണ്: നമ്മൾ ക്രിസ്തുവിന്റെ പാർശ്വത്തെ അന്വേഷിക്കുക. തോമസ് ലീഹ നൽകുന്ന വലിയ വെളിപ്പെടുത്തൽ, ക്രിസ്തുവിനിൽ നീ എന്ത് അന്വേഷിക്കുന്നു? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നു. ഇന്ന് ഒരുപാട് പേര് ഈ നിസാര കാരണങ്ങളുടെ പേരിൽ സഭ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നിസാരമായ ചില കാര്യങ്ങളുടെ പേരിൽ സഭയെ കുറ്റപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ്. ഇന്ന് ക്രിസ്തുവിനെ ഒരാൾ അനുഭവിക്കേണ്ടത് സഭയിലാണ്. അവിടെ കുറവുകൾ പ്രാർത്ഥനയുടെ വിഷയമാകണം. അവിടെ നമുക്ക് തോമസ് ലീഹായിലൂടെ കിട്ടിയ വിശ്വാസം, അതിന് വിലയുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ, ആ വിശ്വാസത്തെ ഞാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ പകർത്തുവാൻ സാധിക്കണം. ഞാൻ പോപ്പുലേഷൻ ധ്യാനത്തിൽ ഒരു അമ്മയെ പരിചയപ്പെട്ടു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മ, ഒറ്റയ്ക്ക് താമസിക്കുക അമ്മ. അപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള കാരണം ഇതാണ്: 3 മക്കൾ, 2 മക്കളുടെ വിവാഹം കഴിഞ്ഞ് പെൺമക്കളാണ്. ഇളയ മകൻ, ഈ മകൻ വിദേശത്ത് ജോലി ചെയ്തു. ഈ മകൻ സമ്പാദിച്ചു. ഈ മകൻ വഴി സൈഡിൽ ഒരു സ്ഥലം മേടിച്ചു, വീട് പണിതു. അവന് ഭാര്യയായി, കുട്ടികളായി. അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഈ മകൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, പുതിയ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുറി അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അമ്മ ഞങ്ങളോടൊപ്പം വരണം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അമ്മേ, കണ്ടീഷൻ ഇതാണ്, ഒരു നിബന്ധന ഇതാണ്: അമ്മ പുതിയ വീട്ടിലേക്ക് ഞങ്ങളോടൊപ്പം വരുന്ന അന്ന് മുതൽ അമ്മ ഇടവകപ്പള്ളിയിൽ കുർബാനയ്ക്ക് പോകരുത്. അമ്മയുടെ കയ്യിലോ കഴുത്തിലോ ജപമാലയുമായി ബന്ധപ്പെട്ട് ഒന്നും കാണരുത്. ഞങ്ങൾ പോകുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അമ്മ വരണം. അപ്പോൾ ഈ മകൻ്റെ ഭാര്യ, കുട്ടികൾ ഏതോ ഒരു പന്തക്കുസ്ത വിഭാഗത്തിൽ പോകുന്നുവെന്നറിയാവുന്ന ഈ അമ്മ
അമ്മ പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. അമ്മ കുറ്റം വിധിക്കാനൊന്നും പോയില്ല. എന്നാൽ ഒരു വീട് മാറേണ്ട സമയം ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുമെന്ന് അമ്മ ചിന്തിച്ചില്ല. അമ്മ മകനോട് പറഞ്ഞു, മോനെ, നീ മൂന്നാമത്തേതാണ്. നിനക്ക് 40 ദിവസം പ്രായമുള്ളപ്പോഴാണ് നിങ്ങളുടെ അപ്പൻ 3 മക്കളെ എൻ്റെ അടുത്താക്കിയിട്ട് മരിച്ചത്. പിന്നീട് അമ്മ മക്കളെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ട, പറമ്പിൽ കന്നുകാലികൾ, അങ്ങനെ അധ്വാനിച്ചാണ് അമ്മ കുടുംബത്തെ കൊണ്ടുവന്നത്. അന്ന് അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകിയത് എല്ലാ ദിവസവും രാവിലെ 6:30 കാണുന്ന കുർബാനയായിരുന്നു. അമ്മ ജീവിതത്തിൻ്റെ സങ്കടക്കടലിൽ വീണു പോകാൻ തുടങ്ങിയപ്പോൾ അമ്മയെ പിടിച്ചു നിർത്തിയത് ആ ജപമാലയായിരുന്നു. ഇന്ന് എൻ്റെ മകൻ പറയുന്നു, ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് വരണമെന്ന്. അമ്മയ്ക്ക് അധികം പഠിപ്പില്ല, പക്ഷേ കഴിഞ്ഞ 70 വർഷം നിങ്ങളുടെ അപ്പൻ മരിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ നാളുകൾ മുഴുവനും അമ്മ ജീവിച്ചത്, അമ്മയ്ക്ക് ശക്തി കിട്ടിയത്, അമ്മയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഉറപ്പുണ്ടായിരുന്നത് ആ കുർബാനയായിരുന്നു. മോനെ, ഇനി ഒരുപക്ഷെ അമ്മ 5 വർഷം ജീവിക്കും. ഈ 5 വർഷം ഭക്ഷണം കഴിക്കാനും 5 വർഷം മരുന്ന് കഴിക്കാനും 5 വർഷം നീ പണിത വീട്ടിൽ താമസിക്കാനും വേണ്ടി ഈ 70 വർഷം അമ്മയെ ജീവിക്കാൻ പ്രേരിപ്പിച്ച കുർബാനയെ അമ്മ തള്ളിപ്പറയണോ? അതുകൊണ്ട് മോനെ, നീ പോകുന്ന ഒരിടങ്ങളിലേക്കും അമ്മയെ നീ പ്രതീക്ഷിക്കേണ്ട. ഈ അമ്മ കേരള സഭയിൽ ജീവിക്കുന്നുണ്ട്. ഈ അമ്മ കേരള സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ഒരുപാട് വിശ്വാസം, തോമസ് ലീഹായിലൂടെ കിട്ടിയ വിശ്വാസം, ഇവിടെ എൻ്റെ വചനം കേൾക്കുന്ന മാതാപിതാക്കളുടെ സ്ഥിതിക്ക് നിങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ വരുന്നുണ്ടോ? എല്ലാം കൊടുക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവരാണ്. ഏറ്റവും നല്ലത് കൊടുക്കാൻ വേണ്ടി രാപകലില്ലാതെ ഓടുന്നവരാണ്. പക്ഷേ അവിടെ ഒരു ദൗത്യമുണ്ട്. ആ കുഞ്ഞുങ്ങളെ, ആ മക്കളെ, കുടുംബത്തെ വിശ്വാസത്തോട് ചേർത്ത് വയ്ക്കുക. ഇന്ന് മക്കൾ തന്നെ കാണുകയാണ് സഭയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ട് മക്കളുടെ വിശ്വാസം, സഭയിലുള്ള പൗരോഹിത്യത്തിലുള്ള അല്ലെങ്കിൽ യേശുവിൻ്റെ കൂദാശകളിലുള്ള വിശ്വാസം തകർന്നു പോവുകയാണ്. അതിനുവേണ്ടി രാപകലില്ലാതെ കണ്ണു നട്ടിരിക്കുന്ന മാധ്യമങ്ങളും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ജാഗരൂകത കാണിക്കേണ്ടത്. അതിനാൽ തോമസ് ലീഹായുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിലിറിയ വഴികളെ തിരിച്ചറിഞ്ഞ് ആ പാർശ്വത്തിൽ യേശുവിൻ്റെ കൂദാശകളിൽ കൈവച്ച് നമുക്ക് ആ വിശ്വാസത്തിൻ്റെ വഴിയെ നടക്കുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി തോമസ് ലീഹായോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ കേട്ട വചനം ഇതാ, തോമസ് ലീഹ പറഞ്ഞു, അവനോടുകൂടെ പോയി മരിക്കാൻ നമുക്കും പോകാം. നമ്മുടെ അനുഭവമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം. അതിനാൽ ക്രിസ്തു അനുഭവത്തെ ഈ ദിവസം നമുക്ക് ജ്വലിപ്പിക്കാം. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്നലകളിൽ വിശ്വാസത്തിൻ്റെ വഴിയിൽ, ഇന്നലകളിൽ കൗദാശിക ജീവിതത്തിൽ വീണുപോയ എല്ലാ സാഹചര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, വീണ്ടും ഞങ്ങളെ കുർബാനയിൽ സമർപ്പിക്കുന്നു. കൂദാശകളിൽ ഈശോയെ ആരാധിക്കാൻ, കൂദാശകളിൽ ഈശോയുടെ രക്ഷാകര സാന്നിധ്യവും രക്ഷാകര നന്മകളും സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് വിശ്വാസത്തിലും പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാവരെയും ഈശോയെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ എല്ലാവരെയും സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ദുഃഖാന തിരുനാൾ നമ്മൾ അനുസ്മരിക്കുകയാണ് വിശ്വാസത്തിൻ്റെ നമ്മുടെ പിതാവായ തോമസ് ലീഹായെ. ഒരേ മക്കളാണെന്ന ബോധ്യത്തോടെ എല്ലാ ഭിന്നതകളും, എല്ലാ അസ്വസ്ഥതകളും മാറ്റിവെച്ച് ഒരേ മക്കൾ തോമസ് ലീഹായിലൂടെ വിശ്വാസം സ്വീകരിച്ചു, വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ ഒന്നാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.